ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഇഫ്താറിന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം തന്നെ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ഒരു 1.5 സവാള മാത്രം മതിയാവും. അപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ടെടുക്കാം. അതല്ലെങ്കിൽ ചെറുതായിട്ട് തന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഞാനിപ്പോൾ അവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു സവാള മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സവാള പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മാത്രമാണ് മസാലപ്പൊടികളും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഏകദേശം ഒന്ന് കുക്കായി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനായിട്ട് ഇതാ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സാധാരണ മുളക് പൊടിക്ക് പകരമായിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടെ ചേർത്തിട്ട് ഇതേപോലെ തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ മസാലയുടെ ആ ഒരു പച്ചക്കുത്തലൊക്കെ ഒന്ന് പോയി കിട്ടുന്നത് വരെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ശേഷം ഇതിലേക്ക് ഞാൻ ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും ചോപ്പറിലിട്ടിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണിത്. അപ്പോൾ ഇതെല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ അവിടെ 1 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഇതിനെ കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആദ്യം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാനിതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ചൂടായ പാനിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചെറിയ ദോശകളാക്കിയിട്ട് നമുക്കിതിനെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതാ ഒരു സൈഡ് നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് കട്ടിയിലൊന്നും അല്ലാതെ നല്ല തിന്നായിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു ദോശ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 1-2 സെക്കൻഡ് ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ സെയിം രീതിയിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള ദോശകളെല്ലാം തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ദോശയെല്ലാം ഞാനിതാ അതുപോലെ ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്നും നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇതേ ഒരു രീതിയിൽ നീളത്തിൽ മസാല വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ 2 സൈഡും ഇതേപോലെ തന്നെ ആദ്യം ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇനി വീണ്ടും നമുക്കിതിനെ മടക്കി കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മടക്കിയെടുക്കേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചൂടോട് കൂടെ തന്നെ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് നല്ല രീതിയിൽ തന്നെ ഒട്ടിക്കിട്ടും. ഇനി ചൂട് കുറവാണെങ്കിൽ ചിലപ്പോൾ ഇത് ലാസ്റ്റ് ഭാഗം ഒന്ന് ഒട്ടിക്കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് മൈദാഗമ്മ വെച്ചിട്ട് സെയിം രീതിയിൽ തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാതും ഞാനിവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടൊരു മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു എഗ്ഗ് വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്റർ തന്നെ വേണമെന്നില്ല കേട്ടോ. മൈദ വെച്ചിട്ട് നമുക്ക് സെയിം രീതിയിൽ തന്നെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ പാലും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഓരോ സ്നാക്കും ഇതിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബ്രെഡ് ക്രംസിൽ നമുക്കൊന്ന് കവർ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റസ്ക് പൗഡറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് ബ്രെഡ് ക്രംസ് യൂസ് ചെയ്താലും മതി, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം തന്നെ സെയിം രീതിയിൽ തന്നെ ആദ്യം നമ്മുടെ ഈ ഒരു എഗ് ബാറ്ററിൽ മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എല്ലാ സ്നാക്കും ഇതേ രീതിയിൽ തന്നെ റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്കിതിനെ നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇന്നും ഒരേ രീതിയിലൊക്കെ റെഡിയാക്കി എടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഇടയ്ക്കൊന്ന് വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ അത് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കൂടെ ഞാൻ കുറച്ചൊന്ന് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങും അതേപോലെ തന്നെ ദോശയൊക്കെ ഓൾറെഡി കുക്കായതുകൊണ്ട് തന്നെ അതിൻ്റെ പുറം ഭാഗം മാത്രം ഒന്ന് ക്രിസ്പി ആയി കിട്ടാനേ ഉള്ളൂ. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു സൈഡൊക്കെ അത്യാവശ്യം നല്ല മുരിഞ്ഞ് വന്നതിന് ശേഷം ഞാനിത് അതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കാത്ത രീതിയിൽ തന്നെ പെട്ടെന്ന് നമുക്കിത് കുക്കായിട്ട് കിട്ടും. അപ്പോൾ അതാ 2 സൈഡ് നല്ല രീതിയിൽ തന്നെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാനിൽ നിന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ സെയിം രീതിയിൽ തന്നെ ബാക്കി എല്ലാതും ഞാനിപ്പോൾ അവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ സ്നാക്സ് എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.